Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് വരാനുള്ളത്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ആണ് ആദ്യം അപ്ലോഡ് ചെയ്യാറ്. അതിനേക്കാൾ മുമ്പ് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, സ്മാർട്ട് സ്റ്റഡി ടിപ്സ്. ഓരോ സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏത് ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്താലാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ഓൾറെഡി BCom 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ 2 സബ്ജക്ട്സ്, നമ്പർ 1 ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്, ഈ 2 സബ്ജക്ട്സിന്റെയും സ്മാർട്ട് സ്റ്റഡി ടിപ്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് BCom 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണം, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. BCom BBA സ്റ്റുഡൻസിന്റെ പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക. BCom 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ 3 സബ്ജക്ട്സും അവൈലബിൾ ആണ് കേട്ടോ. സോ റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇൻകം ടാക്സിന്റെ ലൈവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ റെക്കോർഡ് ഇടും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ സിലബസ് ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ, നോക്കിയാൽ കാണാം. സോ സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ബേസിക്സ് ആണ്, ഇൻട്രൊഡക്ഷൻ. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണത്. തേർഡ് മൊഡ്യൂൾ ഫിനാൻസിങ് ഡിസിഷൻ ആണ്. ഫോർത്ത് മൊഡ്യൂൾ ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഫിഫ്ത്ത് മൊഡ്യൂൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ മെയിൻ ഫങ്ഷൻസ് ആണ് നമുക്ക് പല മൊഡ്യൂൾസ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്പർ 1 നമ്മൾ അറിയേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ള ഏരിയയും, ദെൻ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം ബുദ്ധിമുട്ടായിട്ടുള്ള പല ചാപ്റ്റേഴ്സും ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യം അത്രത്തോളം ഉണ്ടാവില്ല. സോ ഈസി ആയിട്ടുള്ള ഏരിയ ഏതാണ്? നമ്പർ 1. ദെൻ അതിൽ നിന്ന് മാർക്കും വേണം. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിൻ്റെ നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറ്. ദെൻ ടൈം വാല്യൂ ഓഫ് മണീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് വരുന്നുണ്ടെങ്കിൽ പിന്നെ കാണാറ്. സോ നിങ്ങൾ എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഒബ്ജക്റ്റീവ്സ് വരെ ഈ ഒരു ബേസിക് തിയറിയിൽ ടൈം വാല്യൂ ഓഫ് മണിയുടെ കാര്യങ്ങൾ അവിടെ വെക്കുക. കാരണം അതിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം ഒരുപാട് പോവും. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ എസ്പെഷ്യലി ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ, നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഇത് പഠിച്ച് ഫസ്റ്റ് ചാപ്റ്റർ അവിടെ വെക്കുക. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്നുള്ള ഒരു ഐഡിയ ലഭിക്കും. ഇതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് പോകേണ്ടത് സെക്കൻഡ് മൊഡ്യൂളിലോട്ടല്ല, സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോകരുത്. ഇപ്പോൾ കാരണം എന്താ? സെക്കൻഡ് മൊഡ്യൂൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, വലിയൊരു ചാപ്റ്ററാ, ഒരുപാട് ടൈം എടുക്കും. പലപ്പോഴും കുട്ടികൾ ഈ ഓർഡറിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ തിയറി, അതിനുശേഷം ടൈം വാല്യൂ ഓഫ് മണിയുടെ ഒക്കെ നോക്കി അപ്പോഴന്നെ ടൈം പോയി. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ കുറേ നോക്കി വരുമ്പോഴേക്കും ഈ ഒരു സബ്ജക്റ്റിനോടുള്ള താല്പര്യം അവിടെ പോകും. സോ അതിന് പകരം നിങ്ങൾ നെക്സ്റ്റ് ഉറപ്പായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 2 ടോപ്പിക്സ് ഉണ്ട്. 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ഷുവറായിട്ട് വരുന്ന ഈസിയസ്റ്റ് ആയിട്ടുള്ള 2 ഏരിയാസ്, അതിലോട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് പോകേണ്ടത്. അതാണ് നമുക്ക് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 3 കാണാൻ സാധിക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചിലപ്പോൾ എസ്സീം വരാറുണ്ട്. 5 മാർക്കിൻ്റെ ഷുവറാണ്, 2 മാർക്കിൻ്റെ തിയറി ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം 10 മാർക്കിൻ്റെയും വരാറുണ്ട്. വളരെ ഈസിയസ്റ്റ് ഏരിയ.
നമുക്ക് ഫോർമുല പഠിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെറ്റ്, ഇക്വിറ്റി, പ്രിഫറൻസ്, പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇത് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു മിനിമം 7, അതല്ലെങ്കിൽ SA 10 ഒരെണ്ണം കിട്ടിയാൽ 15 17 മാർക്ക്, അല്ലെങ്കിൽ മിനിമം 7 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈസിയാണ്, നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനോടൊരു താല്പര്യം വരും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പോകേണ്ടത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ ലിവറേജ് ആണ്. അവിടെയും ഇക്വേഷൻസിൻ്റെ കളിയാണ്. 2 മാർക്ക് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാം, 5 മാർക്കിൻ്റെ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പനി ലിവറേജ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇൻട്രൊഡക്ഷൻ നോക്കുക, പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ഓക്കെ, ഇതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 2 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. SAക്ക് വരും, 2 മാർക്സ് വരും, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. ബട്ട് നമ്മൾ നേരെ പോയിട്ട് മൊഡ്യൂൾ നമ്പർ 2 പഠിച്ചാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ, സബ്ജക്റ്റിനോടൊരു താല്പര്യം അവിടെ വരാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജും പഠിച്ചതിന് ശേഷം അതിലോട്ട് പോകുമ്പോൾ എന്താ, നമ്മൾ സബ്ജക്റ്റിലോട്ട് ഇറങ്ങി കഴിഞ്ഞു, ഒരു താല്പര്യം വന്നു കഴിഞ്ഞു, എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലോട്ട് പോവുകയാണെങ്കിൽ സൂപ്പർ. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ തിയറി, മെത്തേഡ്സ് മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം ട്രഡീഷണൽ ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ട്രഡീഷണൽ മെത്തേഡിൽ പേ ബാക്ക് പീരീഡിൻ്റെ പ്രോബ്ലംസ്. SAക്ക് വരാം, ഈസിയാണ്. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ വളരെ ഈസിയാണ്. പിന്നെ മോഡേണിൽ വരുമ്പോൾ NPV നോക്കുക, IRR നോക്കുക. കൂടുതൽ നമുക്ക് NPVയിൽ നിന്നുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇതൊക്കെയാണ് വരാറ്. ഈ ഏരിയസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നമുക്ക് SAയും കയ്യിൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂള് ആ ഏരിയ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ് മാർക്കിൻ്റെക്കാൾ കൂടുതൽ മാർക്കിലോട്ട് എത്തിക്കഴിഞ്ഞു. കാരണം നമുക്ക് SA 2 SA അല്ലേ, ഒരു SA ഇതിൽ നിന്ന് ഷുവറായിട്ട് കിട്ടും. ഫിനാൻസിങ് ഡിസിഷനിൽ നിന്ന് തന്നെ മൊഡ്യൂൾ നമ്പർ 3 നിന്ന് ഒരു SA ചിലപ്പോൾ കിട്ടും. 2 SA ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള 5 മാർക്കിൻ്റെ 2 3 കിട്ടിക്കഴിഞ്ഞു. 2 മാർക്കിൻ്റെയും അവിടെ കിട്ടിക്കഴിഞ്ഞു ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്ര ഏരിയാസ് പഠിച്ചാൽ തന്നെ കയ്യിൽ കാര്യങ്ങളായി. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിനി ഡിവിഡൻഡ് ഡിസിഷനിലോട്ട് പോവാം. അവിടെ നമുക്ക് ഡിവിഡൻ്റെ തിയറി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, അതുപോലെ തന്നെ ഡിവിഡൻ്റെ പ്രോബ്ലംസ് ഒക്കെ കാണാൻ സാധിക്കും. തിയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് അത് നോക്കാം. പിന്നെ അതിനുശേഷം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലോട്ട് പോകാം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഏരിയാസ് ഉണ്ട്. ബട്ട് ഇതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഡിറ്റർമിനേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ പ്രോബ്ലം, അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരുപാട് ഏരിയാസ് ഉണ്ടെങ്കിലും ഇതൊക്കെ നോക്കി നേരം കളയരുത്. വർക്കിംഗ് ക്യാപിറ്റൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ തിയറിയും ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ, ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നോക്കുക. ഈ ഏരിയാസിലോട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ സമയത്തിൻ്റെ ബേസിൽ മാത്രം ബാക്കിയുള്ള ഏരിയാസിലോട്ട് പോവുക. ദെൻ പിന്നെ നമുക്കിതിൽ പെൻഡിങ് ഉള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറി, ലോങ് ടൈം സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. അതൊക്കെ ലാസ്റ്റ് നിങ്ങൾ നോക്കുക, തിയറി എന്തെങ്കിലും വന്നാലായി. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അപ്പോഴാണ് സബ്ജക്റ്റിലോട്ടൊരു താല്പര്യവും. ദെൻ നമ്മൾ സേഫായി പാസ്സാവാനുള്ള മാർക്ക് കിട്ടി. ദെൻ അതിനുശേഷം നെക്സ്റ്റ് ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഹൈ മാർക്സിലോട്ട് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് സ്മാർട്ട് സ്റ്റഡി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പാരറ്റോ അനാലിസിസ് ഉണ്ട്. എന്താ, നമ്മുടെ 100 മാർക്സ് എന്ന് പറയുമ്പോൾ 100% എന്ന് പറയുമ്പോൾ 80:20 ആണ്. 80 മാർക്കിൻ്റെ ഏരിയ വരുന്നത് 20% ഏരിയയിൽ നിന്നായിരിക്കും. 20 മാർക്ക് വരുന്നത് 80% ഏരിയയിൽ നിന്നായിരിക്കും. അപ്പോൾ സ്മാർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, 20% ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്ത് 80 മാർക്ക് നേടുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനിൽ നമ്മൾ മൈന്യൂട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അപ്രോച്ച് എങ്ങനെ വേണം എന്നുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള 2 പേപ്പേഴ്സ്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ്
സർവീസസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഇതുപോലെയുള്ള സ്മാർട്ട് സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.